കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലയിലെ സ്കൂളുകളിൽ കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള പരിശോധനകൾ തുടരുന്നു. കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ്, വൈദ്യുതി ലൈനുകളുടെ സാമീപ്യം തുടങ്ങി വിവിധ കാര്യങ്ങളിലാണ് പരിശോധന. സമീപത്തെ റോഡുകളിൽ സൈൻ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം സ്കൂൾ അധികൃതർ മോട്ടോർ വാഹന വകുപ്പിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള പരിശോധനകളിൽ കണ്ടെത്തിയ ന്യൂനതകൾ പരിഹരിച്ചു വരികയാണെന്ന് AEO KB സജീവ് പറഞ്ഞു. പരിശോധന വൈകാതെ പൂർത്തിയാകും. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിലുണ്ടായ വിവിധ അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സ്കൂളുകളുടെ ഇപ്പോഴത്തെ സ്ഥിതി വിദ്യാഭ്യാസ വകുപ്പ് പരിശോധിക്കുന്നത്. 50ഓളം കാര്യങ്ങൾ മുൻനിർത്തിയാണ് പരിശോധന നടത്തുന്നത്. കോതമംഗലം ഉപജില്ലയിലെ സ്കൂളുകളിൽ AEO KB സജീവിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന അവസാന ഘട്ടത്തിലാണ്. ചില സ്കൂളുകളുടെ സമീപത്തുകൂടി വൈദ്യുതി ലൈൻ കടന്നുപോകുന്നതായി കണ്ടെത്തിയിരുന്നു. ഇവ മാറ്റിസ്ഥാപിക്കാൻ KSEBിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിപ്പള്ളി ഗവൺമെന്റ് LP സ്കൂൾ, കോതമംഗലം ടൗൺ UP സ്കൂൾ, കോതമംഗലം ഗവൺമെന്റ് LP സ്കൂൾ, പൈമറ്റം ഗവൺമെന്റ് UP സ്കൂൾ എന്നിവിടങ്ങളിൽ പഴയ കെട്ടിടം നിലനിൽക്കുന്നുണ്ട്. ഇവ പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കെട്ടിടം പൊളിക്കുന്നതിനുള്ള അനുമതി ലഭിക്കാൻ കാലതാമസമുണ്ടാകുന്നത് പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്കൂളുകൾക്ക് സമീപം ഇഴജന്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തുന്നതിനുള്ള പരിശോധനയും വിവിധ സ്കൂളുകളിൽ നേരത്തെ നടന്നിരുന്നു. വനമേഖലകളിലെ സ്കൂളുകളിലാണ് പ്രധാനമായും പരിശോധന നടന്നത്. പരിസരത്തെ കാടുകൾ വെട്ടുന്നതിനും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനും സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റോഡുകളിൽ സ്കൂളുകളുടെ സാമീപ്യം വ്യക്തമാക്കുന്ന സൈൻ ബോർഡുകളില്ലാത്തത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഉൾപ്രദേശങ്ങളിലെ സ്കൂളുകളിലാണ് ഈ പോരായ്മ പ്രധാനമായുള്ളത്. മോട്ടോർ വാഹന വകുപ്പാണ് സൈൻ ബോർഡുകൾ സ്ഥാപിക്കേണ്ടത്. ഓരോ സ്കൂളുകളുടെയും പ്രധാന അധ്യാപകർ മോട്ടോർ വാഹന വകുപ്പിന് ഇത് സംബന്ധിച്ച് കത്ത് നൽകും. GTV ന്യൂസ്, കോതമംഗലം.